സാങ്കേതികമായും നിയമപരമായും ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു വരും. ഈ കേസ് തന്നെ തള്ളിപ്പോകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരും. യഥാർത്ഥ കുറ്റപത്രം നിലനിൽക്കുകയാണ്. ശ്രീ എം എ നിഷാദ് പറയുന്നു മുഖ്യമന്ത്രിക്ക് ഉറച്ച നിലപാടാണ് ഇക്കാര്യത്തിൽ ഉള്ളതെന്ന്. തീർച്ചയായിട്ടും. കാരണം ബഹുമാനപ്പെട്ട MLA ശ്രീ PT തോമസ് ഇത് പൊളിറ്റിക്കലൈസ് ചെയ്യരുത് ദയവേത്. ഇവിടെ രാഷ്ട്രീയമല്ല, ഇതിനേക്കാൾ ഉപരിയായിട്ട് ഒരു നടി പീഡിപ്പിക്കപ്പെട്ടു. ആ സഹോദരിക്കുണ്ടായ തിക്താനുഭവത്തിന് സ്വാഭാവികമായിട്ടും അതിൻ്റെ പുറകിൽ ഗൂഢാലോചന അല്ലെങ്കിൽ കോൺസ്പിറൻസി ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരണം. പോലീസ് നേരെ ചൊവ്വ അല്ല ഇത് അന്വേഷിച്ചതെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമുക്കൊരു നിഗമനത്തിലെത്താൻ പറ്റത്തില്ല. ആ പീഡിപ്പിക്കപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ ആ നടി ഇതുവരെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രമുഖ നടൻ്റെ അല്ലെങ്കിൽ ദിലീപിൻ്റെയോ അർഷയുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. നിഷാദ് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഞാൻ ഒരൊറ്റ ചോദ്യം നിഷാദ് ഒന്ന് മറുപടി പറയട്ടെ. MLA ചോദിച്ച ചോദ്യം ഡയറക്റ്റ്, അതിനൊന്ന് മറുപടി പറയൂ. അതായത് ഏപ്രിൽ 20-ാം തീയതി ദിലീപ് കൊടുത്ത പരാതി, ഈ 2.5 മാസം അതിൻ്റെ മേൽ DGP നടപടിയെടുക്കാതെ ജിൻസൺ വന്ന് മൊഴി കൊടുക്കുമെന്ന് കരുതുമ്പോൾ മാത്രം അത് പൊക്കിക്കൊണ്ട് വരുന്നത് എന്തുകൊണ്ട്? ജിൻസൺ വന്ന് ഇങ്ങനെ മൊഴി കൊടുക്കാൻ പോലീസിന് ശാസ്ത്രീയമായ അന്വേഷണത്തിന്റെ പരിധികളുണ്ട്. ഒരു കാര്യം, പോലീസ് നടത്തുന്ന അന്വേഷണത്തെ പറ്റി പൊതുജനങ്ങളുടെ മുന്നിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിലോ ഇറ്റ് ഈസ് ടു ഏർലി ടു കമന്റ് ഓൺ ഇറ്റ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇത് കംപ്ലീറ്റ് കഴിയട്ടെ. ഇപ്പം മഞ്ജുഷ തന്നെ പറഞ്ഞല്ലോ, ജിൻസൺ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കാര്യം പുറത്ത് കൊണ്ടുവരണമെങ്കിൽ പോലീസിന് അനാസ്ഥ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരുമായിരുന്നോ? ഇല്ല. അപ്പൊ ഇനി എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇത് ഇപ്പോ ഇതുകൊണ്ട് ഒന്നും തീരാൻ പോകുന്നില്ലല്ലോ. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അന്വേഷണം നടക്കട്ടെ. അത് അവസാനം പോലീസിന്റെ ഭാഷ്യം പുറത്ത് വരട്ടെ. അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ഒരാളെ പ്രതിയാക്കാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദിലീപിന്റെ പേര് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ജിൻസൺ ഇന്ന് വന്നില്ലെങ്കിൽ ഇതൊരു കോൺസ്പിറൻസി ഉണ്ട്. കോൺസ്പിറൻസി ഇല്ല എന്ന് ആരും വിശ്വസിക്കുന്നില്ല. അപ്പൊ അത് കൊണ്ടുവരണം. ആ ഗൂഢാലോചന പോലീസ് പുറത്ത് കൊണ്ടുവരട്ടെ. അതിനു മുമ്പ് നമ്മൾ എനിക്ക് മനസ്സിലാവാത്തത് ഗവൺമെന്റ് ഇതിനകത്ത് വ്യക്തമായ നടപടി എടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് വളരെ അഡമന്റ് ആണ് ഈ കാര്യത്തിൽ, യാതൊരു സംശയം വേണ്ട. അല്ല ശ്രീ എം എ നിഷാദ്, കോൺസ്പിറൻസി ഉണ്ടെങ്കിൽ, ഗൂഢാലോചന ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് അന്വേഷിക്കാതെ കുറ്റപത്രം കൊടുത്തു എന്നാണ്? എന്തുകൊണ്ട് അത് അന്വേഷിക്കാതെ കുറ്റപത്രം കൊടുത്തു എന്നാണ് പൾസർ സുനിയുടെ മൊഴി മാത്രം വിശ്വാസത്തിലെടുത്തുകൊണ്ട് പോലീസ് എപ്പോഴും പൾസർ സുനിയുടെ മൊഴി തന്നെ ഇപ്പൊ രണ്ടാമത് എടുത്ത് പലരും വിശ്വാസം എടുക്കുകയല്ലേ. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പോലീസിന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ അതിൽ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ പുറകിലും പോലീസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു തീരുമാനം ഉണ്ടാകുന്നവരെ, പോലീസിൻ്റെ കയ്യിൽ നിന്ന് ഒരു അഭിപ്രായം വരുന്നതുവരെ നമുക്ക് ആരെയും പ്രതി ചേർക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇതിന് വേറൊരു അർത്ഥം കാണുകയും വേണ്ട. ജോർജ് ജോസഫ്, അതായത് ഈ 2.5 മാസത്തെ ഇടവേള എന്ന് പറയുന്നത് പോലീസിന് പോലീസ് അന്വേഷണത്തിനുള്ള സമയമായിരുന്നു. അതിൽ എല്ലാ കാര്യങ്ങളും പുറത്തു പറയാൻ എന്തായാലും പോലീസിന് പറ്റുകയില്ല. അപ്പോൾ ഈ ജിൻസന്റെ കാര്യം പോലീസ് തന്നെ കൊണ്ടുവന്ന കാര്യമാണ്. ഇല്ല, ഞാൻ അതിൻ്റെ ഈ രണ്ടുപേരും പറഞ്ഞതിനകത്ത് സ്വല്പം വ്യത്യാസമുണ്ട്. മുഹമ്മദ് ഷായും പറഞ്ഞു, അതുപോലെ എം നിഷാദും. എന്നാണെന്നറിയോ, ഈ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി ചാർജ് കൊടുത്തു കഴിഞ്ഞു. സമ്മതിച്ച കാര്യമാണ്. അതിനകത്തൊരു കോൺസ്പിറസി, ഈ പൾസർ സുനിയും കൂട്ടുകാരും അല്ലാതെ വെളിയിലുള്ള ഒരാൾക്കൊരു കോൺസ്പിറസി ഉണ്ടെന്ന് അതിനകത്ത് ചാർജ് ഷീറ്റിലില്ല. അതാണ് ഇത്. ഇനി ഇത് അന്വേഷിക്കാനും പറ്റില്ല പോലീസിന്. ഇപ്പോഴത്തെ സാഹചര്യം ഒരു പുതിയ വെളിപ്പെടുത്തലുകൾ വന്നു. അതുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ പറ്റും. 173 അതാണ്. അത് വരണമെന്നുണ്ടെങ്കിൽ 178 വരണമെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യുന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന് മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ ഒരു IPS ഓഫീസർ ആയിപ്പോഴെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്താൽ അത് ഇൻവാലിഡ് ആണ്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരാണ് ചാർജ് കൊടുത്തത് അവർക്ക് ഞാൻ പറയണമെന്ന് കേട്ടോളൂ. ആരാണ് ഈ കേസ് ചാർജ് കൊടുത്ത് അദ്ദേഹത്തിന് മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. 173 അനുസരിച്ച് വേറെ ആർക്കും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ അദ്ദേഹത്തിന് മാത്രമേ റൈറ്റ് ഉള്ളൂ. ഈ കേസിനകത്തൊരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആണെന്ന ഭാഗമായിട്ടായിരിക്കണം കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവും ഇപ്പോഴത്തെ. അല്ലെങ്കിൽ ഇതിൽ ആരെയും ചോദ്യം ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥന് അധികാരമില്ല. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെയാണെങ്കിൽ കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കണം. എങ്ങനെ പറഞ്ഞോളൂ?
ഏപ്രിൽ 20 കൊടുത്ത പരാതി അന്നത്തെ സ്റ്റേറ്റ് പോലീസ് ചീഫ് താഴേക്ക് അയക്കാതെ കൺസേൺ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് കൊടുക്കാതെ അത് പോക്കറ്റിൽ വെച്ചോണ്ട് പോയി. അദ്ദേഹം ഇപ്പൊ മാറി പുതിയ ഓഫീസറായിരിക്കുന്നത്. നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ആ പരാതി കിട്ടിയതിനു ശേഷം അതിന്റെ മേലെ എന്തൊക്കെ നടപടി അതിന് സർക്കുലർ ഉണ്ട് എന്ത് ചെയ്യണമെന്ന്. അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ലല്ല ഷായ്, അങ്ങനെയാണെങ്കിൽ അല്ലല്ല, ഇനിയിപ്പം ജിൻസന്റെ മൊഴി രേഖപ്പെടുത്താൻ പോവുകയാണല്ലോ, രഹസ്യമൊഴി. അപ്പോൾ റീഓപ്പൺ ചെയ്ത് കഴിഞ്ഞില്ലേ ഈ കേസിൽ? തുടരന്വേഷണത്തിലുള്ള സാഹചര്യം 173(8) അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞില്ലേ? നമുക്ക് വ്യക്തതയില്ല. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും എങ്കിൽ മാത്രമേ അന്വേഷണം മുന്നോട്ട് പോകും. ഞാൻ വേറൊരു കാര്യം പറയാം. ഇതിനകത്ത് അന്നത്തെ ഞാൻ എ വി ജോർജ് റൂറൽ എസ് പി ഇതൊരു ബ്ലാക്ക് മെയിൽ അല്ലെ എക്സ്റ്റോർഷൻ കേസ് എടുക്കാത്തതിന്റെ കാരണം എന്ത്? കാരണം അന്ന് മുതൽ ഈ നടൻ ദിലീപ് ഒരു സസ്പെക്റ്റാണ് ഈ കേസിൽ. വേറെ ആരും ഇതിന്റെ കാര്യം പറയുന്നില്ല. ഈ കൊട്ടേഷൻ അല്ല എന്തോ ആയിക്കോട്ടെ, മൊഴിയില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതിനകത്ത് അദ്ദേഹം ഒരു സസ്പെക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അദ്ദേഹം തന്നെ എക്സ്റ്റോർഷൻ ചെയ്യാനായിട്ട് പോയെന്ന് പറഞ്ഞാൽ അത് കേസെടുക്കാൻ പാടില്ല. ഈ കേസ് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് മാത്രമേ ദിലീപിന്റെ ഇപ്പം കൊടുത്ത പരാതി സ്വീകരിക്കാൻ പാടുള്ളൂ. അതാണ് എ വി ജോർജ് പറഞ്ഞത്. ദിലീപിന്റെ എന്താ പറഞ്ഞേ? ശരി, ഞാൻ പറഞ്ഞു. പരാതിയിലെ കോസ് ഓഫ് ആക്ഷൻ ഡിഫറന്റ് ആണ്. എക്സ്റ്റോർഷന്റെ കോസ് ഓഫ് ആക്ഷൻ, ഒരു കാര്യം പറയാം, പീഡിപ്പിച്ചതും രണ്ട് കോസ് ഓഫ് ആക്ഷൻ ആണ്. അന്വേഷണം നടത്താമായിരുന്നു. ഷായ, ഞാൻ പറയണത് ഒരു ഇൻവെസ്റ്റിഗേറ്റർ എന്നുള്ള ഒരാൾക്ക് ഇതിനകത്ത് ഒരു 120, അതായത് രണ്ടാമത്തെ പരാതി ഇല്ല, എന്തോ ആയിക്കോട്ടെ, ഇതിനകത്ത് ഒരു 120B ചാർജ് കൊടുത്തിട്ടില്ല. ഇവര് തമ്മിലുള്ള ഒരു കോൺഫറൻസ് 120B വേണ്ടാന്ന് വെച്ച് ഇൻവെസ്റ്റിഗേറ്റ് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിലേക്കാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പം വന്നിരിക്കുന്നത് ഈ നിഷാദ് പോവുകയാണോ? നിഷാദ് തിരക്കുള്ളതുകൊണ്ട് പോവുകയാണല്ലോ. ഒരു ചോദ്യം കേൾക്കാൻ സമയമുണ്ടോ നിഷാദ്? പറഞ്ഞോളൂ ശ്രീ. അപ്പം ഇതിനകത്ത് ഈ പൾസർ സുനിയുടെ ലെറ്റർ വായിച്ചു നോക്കിയാൽ 8 പ്രാവശ്യം അയാൾ ഫോൺ ചെയ്തിട്ടുണ്ട് അപ്പുണ്ണിയെ നാദിർഷായി. 8 പ്രാവശ്യം. ആ ജയിലിൽ നിന്ന് വെളിയിൽ വിളിച്ചത് 8 പ്രാവശ്യമാണ്. അതിനുശേഷമാണ് ലെറ്റർ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ കാര്യങ്ങൾ സഹതടവുകാരൻ്റെ അടുത്ത് ഇതിനകത്തൊരു കൊട്ടേഷനാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പൾസർ സുനിക്ക് ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 1.5 കോടി രൂപ അയാൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെളി പറയാതിരിക്കുന്നതാണ് അതിൻ്റെ ആ കൊട്ടേഷൻ്റെ സ്വഭാവം. അതുകൊണ്ടാണ് അത് സഹതടവുകാരനടുത്തും പറയില്ല. പക്ഷേ ഇതിനകത്തൊരു കോൺസ്പിറസി ഉണ്ട്, ഇതൊരു കൊട്ടേഷനാണെന്ന് മാത്രമേ അത് പറയില്ല. അപ്പുറത്തോട്ട് സഞ്ചരിക്കാൻ പറ്റില്ല. അങ്ങനെ സഞ്ചരിച്ചിട്ടുമില്ല. പൾസർ സുനി അങ്ങനെ സഞ്ചരിച്ചിട്ടുമില്ല. അപ്പോൾ ഇതിനകത്ത് ഇപ്പോഴത്തെ നീക്കം എന്ന് പറയുമ്പം അദ്ദേഹത്തിന് അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞ് ഇനി ഒന്നും ഉണ്ടാവില്ല എന്നാണ് പൾസർ സുനി വിചാരിച്ചിരുന്നത്. ഇപ്പോൾ 171(8) എന്നുള്ള കാര്യം പൾസർ സുനിക്ക് അറിയത്തില്ല. പൾസർ സുനി കുറച്ച് മോഷണ കേസിലൊക്കെ നേരത്തെ പെട്ടിട്ടുണ്ടാവും. അത് വിഷ്ണുവും ആ സ്നേഹം മോഡസ് ഓപ്പറാൻഡി വിഷ്ണു പൾസർ സുനിയായിട്ട് വെളിയിൽ വെച്ച് നല്ല പരിചയമുള്ള ആളാണ്. രണ്ടുപേരും മാലമോഷണ കേസിൽ പ്രതിയാണ്. 138 മാലമോഷണ കേസ്. 173(8) കാര്യമൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അതിന് മുൻപ് തന്നെയാണ് പൾസർ സുനി ഇങ്ങനെ കത്തയച്ചിരിക്കുന്നത്, ഫോൺ ചെയ്തിരിക്കുന്നത്. ഇല്ല അത് നോക്കണം. ഇല്ല ചാർജ് കൊടുത്ത ശേഷമല്ലേ ഇത് പതുക്കെ നീങ്ങി തുടങ്ങി. ചാർജ് കൊടുത്ത ശേഷമാണ്. പക്ഷേ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അന്വേഷണം ഇല്ലെന്ന് ഇയാൾക്കറിയാം. പൾസർ സുനിക്ക് അന്വേഷണം ഇല്ലെന്ന് അറിയാം. ചാർജ് കൊടുത്ത ശേഷം മാത്രമാണ് തലപൊക്കിയത്, പതുക്കെ നീക്കം തുടങ്ങിയത്. അതുവരെ ഇല്ല. അത് മുഹമ്മദ് ഷാ കൂടെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ. കാരണം ചാർജ് കൊടുത്ത ശേഷം മാത്രമാണ് ഇയാൾ പതുക്കെ നീക്കുന്നത്. വിളിച്ചു നോക്കി, ഫോണിൽ വിളിച്ചു നോക്കി, കിട്ടുന്നില്ല. 8 പ്രാവശ്യം അയാൾ തന്നെ വിളിച്ചു. അപ്പുണ്ണിയെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ സുഹൃത്താണെന്ന് വിചാരിച്ചോളൂ. ദിലീപ് സുഹൃത്താണെങ്കിൽ അങ്ങേരെ കിട്ടുന്നില്ലെങ്കിൽ അദ്ദേഹത്തിനെ മാനേരെ വിളിക്കാൻ നോക്കി, കിട്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരൻ നാദിർഷായെ വിളിച്ചു, കിട്ടുന്നില്ല. അല്ലെങ്കിൽ അവരൊന്നും അടുക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? ലെറ്ററേ പറ്റുള്ളൂ. ആ ലെറ്ററിനകത്ത് ഒരിക്കലും അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കൂല. കാരണം അവർ തമ്മിലുള്ള ഇതിനു മുൻപ് തന്നെ ഇവരുടെ പേരുകളൊക്കെ, ഇപ്പോൾ ദിലീപിൻ്റെയൊക്കെ പേരുകളൊക്കെ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ ചർച്ചാ വിഷയമായതുകൊണ്ട് കൊടുക്കുന്നതിന് വേണ്ടിയും രണ്ടുമുണ്ടല്ലോ. അല്ല, പോലീസിന്റെ അന്വേഷണത്തിൽ ഈ രണ്ടും വരുമല്ലോ. പോലീസ് വെളിയിൽ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം തരാതെ ഇക്കാര്യത്തിൽ നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റില്ല. പോലീസ് സ്ഥിരീകരണം തന്നെ അല്ല, നമ്മളെപ്പോലെ ഉള്ളവരെ ഇതിനകത്തൊരു മോട്ടീവ് ദിലീപിനുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. മോട്ടീവ് ഉണ്ടോ ഇല്ലയോ എന്നാണ്. മോട്ടീവ് കൃത്യമായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ദിലീപിന്റെ മൊഴിയെടുക്കുവാൻ പോലീസ് ഇത്രയും വൈകുന്നത് എന്തുകൊണ്ടാണ്? നേരത്തെ തന്നെ മൊഴിയെടുക്കുന്നതിൽ എന്തെങ്കിലും തടസ്സം പോലീസിനുണ്ടായിരുന്നോ? ആരുടെയും മൊഴി ദിലീപിനെതിരെ ഇല്ല, എങ്കിലും ദിലീപിന്റെ മൊഴിയെടുക്കാൻ, ചോദ്യം ചെയ്യലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മൊഴിയെടുക്കുവാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടായിരുന്നോ പോലീസിന്? ഒരു തടസ്സവുമില്ല. അറ്റ്ലീസ്റ്റ് ദിലീപ് പരാതി കൊടുത്തപ്പം
ഒരു മൊഴിയെടുക്കാമായിരുന്നു. ഒരു മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഞാനൊരു കാര്യം, പൾസർ സുനിക്ക് 173 ഉണ്ടോ അറിയാമോ ഇല്ലയോ എന്നുള്ളതല്ല ക്വസ്റ്റ്യൻ. പൾസർ സുനി ഒരു കത്ത് കൊടുക്കുന്നു. കത്തിനകത്ത് റിവീൽ ചെയ്യപ്പെടുന്നത് ഇൻവെസ്റ്റിഗേഷന് സഹായിക്കാൻ സാധ്യതയുള്ള ചില ലീഡുകളായിരുന്നു. ആ കത്ത് ദിലീപിൻ്റെ പരാതിയിൽ പരാതിയോടൊപ്പം ഈ പറഞ്ഞ ഓഡിയോ ക്ലിപ്പിംഗ്സും ഒക്കെ കൊടുക്കുമ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ് പോലീസിന്, സ്റ്റേറ്റ് പോലീസ് ചീഫിന് ഇൻഫർമേഷൻ കിട്ടുകയാണ്. ആ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ദിലീപിനോട് മാത്രം ഇത് ചോദിച്ചത് എന്ന് അറിയണമെങ്കിൽ ദിലീപിനെ ചോദ്യം ചെയ്യണ്ടേ? ദിലീപിൻ്റെ മൊഴിയെടുക്കണ്ടേ? ഇതുവരെ തീരുമാനിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഈ പരാതി ഞങ്ങൾ അവിടെ ഇട്ടേക്കും, ആ പരാതിയിൽ അന്വേഷണമൊന്നും നടത്തണ്ട, ഇനി നാളെ എന്തെങ്കിലും പൊങ്ങി വരികയാണെങ്കിൽ അന്നൊരു പരാതിയായിട്ട് അവിടെ കിടക്കും. ഇത് സാധാരണ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ ചില ക്രിമിനൽ കേസിൽ പ്രതികളായി വരുന്ന ആളുകളൊക്കെ ചെയ്യുന്ന ചില ഒരു പ്രിക്വേഷൻസ് ആണ് ഇതൊക്കെ ചില ഡിഫൻസുകളാണ്. അതായത് തല്ലുകേസുകൾ ഉണ്ടാകുമ്പോൾ രണ്ടു കൂട്ടരും പോയി ആശുപത്രിയിൽ കിടക്കുന്നതിന് സമാനമായ കാര്യം എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഡിഫൻസാണ്. പക്ഷെ അത് അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? അല്ലായിരുന്നുവെങ്കിൽ എക്സ്റ്റോർഷന് സ്റ്റേറ്റ് പോലീസ് ചീഫിന് പരാതി തെളിവ് സഹിതം കൊടുത്തിട്ടും കേസെടുത്തില്ല, അന്വേഷിച്ചില്ല എന്നിട്ടും ദിലീപിന് വേറെ ആരോടും പരാതി കൊടുക്കാൻ തോന്നിയില്ല, മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് CMP കൊടുക്കാൻ തോന്നിയിട്ടില്ല, കൺസേൺ പോലീസ് ഓഫീസർക്ക് പരാതി കൊടുക്കാൻ തോന്നിയിട്ടില്ല. ഇതുകൊണ്ട് അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആയിരുന്നു, പരാതി കൊടുക്കുന്നതിൽ മാത്രം മതിയായിരുന്നു അദ്ദേഹത്തിന്. എന്നാൽ ഇന്ന് ജിൻസൺ ഇത് വന്നപ്പോൾ, ജിൻസൺ മൊഴിയുമായി വരുമെന്ന് തോന്നിയപ്പോൾ, പോലീസ് തന്നെ ജിൻസന്റെ മൊഴി 164 എടുക്കുമെന്ന് തോന്നുമ്പോൾ ഈ പഴയത് പൊടി തട്ടി എടുക്കുകയാണ്. ഞാൻ പറയുന്നത് അന്നത്തെ പരാതി, അന്നത്തെ ഡേറ്റ് മുതൽ ഇന്ന് വരെ അതിൽ എന്തെല്ലാം ആക്ഷൻ സ്വീകരിച്ചു, ഏത് ടേബിളിലാണ് ആ പരാതി ഇപ്പോൾ ഇരിക്കുന്നതെന്ന് പരിശോധിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സ്റ്റേറ്റ് പോലീസ് ചീഫിൻ്റെ ഓഫീസിൽ ഒരു അനാസ്ഥ സംഭവിച്ചു എന്ന് പറയേണ്ടി വരും. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞിരിക്കുമ്പോൾ തിരിച്ചു പോകണം, കോൺസ്പിറസി ഇല്ല എന്ന് ആദ്യം പറഞ്ഞു. പൾസർ സുനിയെ അറസ്റ്റ് ചെയ്തതിന് 2 മണിക്കൂറിനകം പോലീസ് പുറത്തുവിട്ടു കോൺസ്പിറസി ഇല്ല എന്ന് പറഞ്ഞത്. അങ്ങനെ കോൺസ്പിറസി ഇല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി പലരെയും ചോദ്യം ചെയ്യേണ്ട എന്ന് ഇൻവെസ്റ്റിഗേഷൻ ടീം തീരുമാനിച്ചു. ഇന്ന് ജിൻസന്റെ മൊഴി പുറത്തു വന്നാൽ കുഴപ്പമാകുമെന്ന് കരുതുന്നതുകൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു കോൺട്രവേഴ്സിയാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയും ഇത് നേരെ പോയില്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കില്ല. PT തോമസിനെ പോലുള്ള MLA മാർ ആവശ്യപ്പെടുന്ന ആവശ്യങ്ങൾക്ക് മുഹമ്മദ് ഷാ പറഞ്ഞത് അന്ന് ദിലീപ് കൊടുത്ത പരാതി അത് ഏത് ചീഫിനാണ്, ഏത് പോലീസ് മേധാവിക്കാണ് കിട്ടിയതെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. അന്ന് ലോക്നാഥ് ബെഹ്റയായിരുന്നു പോലീസ് മേധാവി. മുഖ്യമന്ത്രി ഒരു ഗൂഢാലോചനയും ഇല്ല എന്ന് പറഞ്ഞത് ആര് DGP ആയിരുന്ന കാലത്താണ് എന്നും അറിയാമല്ലോ. അന്നും ലോക്നാഥ് ബെഹ്റ തന്നെയായിരുന്നു DGP ആയിരുന്നത്. അപ്പോൾ അന്നത്തെ DGPയുടെ സഹായം ദിലീപിന് കിട്ടിയെന്നാണോ സംശയിക്കേണ്ടത്? തീർച്ചയായിട്ടും ഒരു സഹായം ദിലീപിന് കിട്ടിയിട്ടുണ്ട്. കാരണം ഈ കേസ് തെളിയിക്കപ്പെട്ടാൽ ഇത് ശരിക്കും ഒരു, നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ആനമുടി മാത്രമേ ആയിട്ടുള്ളൂ. ഇത് ഹിമാലയത്തേക്കാൾ വലുതായിട്ട് വരാവുന്ന ഒരു കേസാണ്. കാരണം ഇതിനകത്തൊരു വൻ സ്രാവുകൾ മലയാള സിനിമയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള, കത്തിൽ തന്നെ പറയുന്നുണ്ട്, സൗണ്ട് തോമ മുതൽ ഉള്ള കാര്യങ്ങൾ, ജോർജ് പൂരം വരെയുള്ള കാര്യങ്ങൾ ഞാൻ പുറത്തു പറയും എന്നുള്ളത് അതൊരു ഭീഷണിയായിട്ട് നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മെയിലിംഗ് ആയിട്ട് എടുക്കാമെങ്കിൽ കൂടിയും ഈ സിനിമാ രംഗത്ത് നിലനിൽക്കുന്ന കുടിപ്പകകൾക്കും അപ്പുറത്ത് ചില മാനങ്ങൾ ഈ ഒരു കേസിനുണ്ട്. കാരണം ഇതിനകത്ത് കത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് കത്തിലെ ഓരോ വാചകത്തിലും ഇങ്ങനെ 2 തരത്തിലുള്ള വ്യാഖ്യാനം നൽകാവുന്നതാണല്ലോ. ഭീഷണിയുടെ സ്വരവും അതിലുണ്ട്, ബ്ലാക്ക് മെയിലിംഗിന്റെ സ്വരവുമുണ്ട്. ഇപ്പോൾ കൂലി ചോദിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം, ചെയ്ത ജോലിക്ക് കൂലി ചോദിക്കുന്നു എന്ന് പറയാം, അതേപോലെ തന്നെ ബ്ലാക്ക് മെയിലിംഗും. ഇത് പോലീസ് ഒരു കൃത്യമായ സ്ഥിരീകരണത്തിൽ എത്താതെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് നമ്മൾ പോകുന്നത് ശരിയാവുകയില്ലല്ലോ. എന്തായാലും ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുമ്പോഴത്തേനും വേറെ എത്രയോ നടന്മാരുണ്ട്. ഒരാളെ മാത്രം വിളിച്ചപ്പോൾ ആ കത്തും അതുപോലെ തന്നെ ഫോണും വിളിച്ചതുമെല്ലാം കാണുമ്പോൾ നമുക്കറിയാം തീർച്ചയായും ഈ നടനുമായി ഒരു ബന്ധം തീർച്ചയായിട്ടും ആ പൾസർ സുനിക്ക് ഉണ്ടായിരുന്നു. കാരണം ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ് പൾസർ സുനിക്ക് സിനിമാരംഗവുമായിട്ടുള്ള ബന്ധം. ഇപ്പോൾ ഒരു പ്രമുഖ നടൻ്റെ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിട്ട് സേവനമനുഷ്ഠിച്ച് ഒരാളാണ് ഇയാൾ. അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് ഇയാളുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ സിനിമാരംഗവുമായിട്ട് ഹണീബിയുടെ സെക്കൻഡിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഗോവയിൽ വരെ ഈ മനുഷ്യനുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇദ്ദേഹം ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ സിനിമാരംഗത്തുള്ള വൻ സ്രാവുകളുമായിട്ട് ബന്ധമുള്ള ഒരാളാണ് ഈ പൾസർ സുനി. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു സൈഡിൽ മാത്രമേ ഈ കേസിൻ്റെ തുടക്കം മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇത് തുടർ അന്വേഷിക്കുകയാണെങ്കിൽ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു വിശാലമായ ഒരു ഗൂഢാലോചന ഇത് പുറത്തു വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ഞാൻ ഇടപെടുകയാണ് ശ്രീ സണ്ണി ചെറിയൻ. ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം നിർണായക സാക്ഷിയായ ജിൻസന്റെ മൊഴി അന്വേഷണത്തിലെ അടുത്ത ട്വിസ്റ്റ് ആകുമോ? ഇടവേളയ്ക്ക് ശേഷം.